ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് മൈ ചാനൽ. ഇന്ന് രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിന് പറ്റിയൊരു ഐറ്റമാണ് കേട്ടോ. നമ്മൾ ദിവസം ഒരു നേരമെങ്കിലും ഈ രാഗി കഴിക്കണം എന്നാണ് പറയുക കേട്ടോ. രാഗി കഴിക്കാൻ എല്ലാവർക്കും മടിയാണ്, പക്ഷെ നന്നായി ടേസ്റ്റിലുണ്ടാക്കി നോക്കിയാൽ എല്ലാവർക്കും കഴിക്കാൻ പറ്റും. കുഞ്ഞു കുട്ടികൾ മുതൽ വലിയ പ്രായമായവർ വരെ രാഗി കഴിക്കണമെന്നാണ് ഡോക്ടർമാരൊക്കെയും പറയുന്നത്. എക്സ്പെഷ്യലി നമ്മുടെ ഷെരീഫ് ഡോക്ടർ പറയും നമ്മൾ രാഗി കഴിച്ചാൽ മതി, അതിലെല്ലാ ഗുണങ്ങളും ഉണ്ടെന്നാണ് പറയാറ് കേട്ടോ. എൻ്റെ അടുത്ത് സാർ തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പം ഞാൻ ആദ്യമൊക്കെ മടിയായിരുന്നു അത് കഴിക്കാൻ. പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ കൈവേദനയും കാൽവേദനയും വരാൻ തുടങ്ങിയപ്പോൾ ഞാൻ ഒരു നേരം എന്തായാലും രാഗി കേട്ടോ. അപ്പോൾ രാഗി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് രാഗി ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു 1/4 കപ്പ് 1/4 കപ്പ് രാഗി എടുത്തു. അതിൽ 1 കപ്പ് പാലൊഴിച്ചു കേട്ടോ. നല്ല ചൂടുള്ള പാലൊഴിച്ചിട്ട് മിക്സിയിൽ ഒന്നടിച്ചു. അതിന് ശേഷം ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കേട്ടോ. വെള്ളം നമ്മൾ നന്നായി ലൂസിൽ തന്നെ വേണം കേട്ടോ, അല്ലെങ്കിൽ നമ്മുടെ രാഗി ദോശയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. ചൂടുള്ള വെള്ളം പിന്നെ ഒഴിച്ചാൽ മതി കേട്ടോ. തോനെ ചൂടൊന്നും വേണ്ട, ചൂടുള്ള നമ്മുടെ വെള്ളം ഒഴിക്കുക. എന്നിട്ട് മിക്സിയിൽ ഒന്നും കൂടി അടിക്കുക. എന്നിട്ട് നമുക്ക് ആദ്യത്തെ ഒരു ദോശ ചുട്ട് നോക്കിയാൽ നമുക്കറിയാം കനം ഉണ്ടെന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടി ബാക്കിയുള്ള ചുട്ടാൽ മതി കേട്ടോ. അപ്പോൾ അതങ്ങനെ കലക്കിയിട്ട് ഞാൻ അവിടെ വെച്ചു. ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് കേട്ടോ. പിന്നെ നമ്മുടെ മുട്ടയുടെ റോസ്റ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. അപ്പം ഞാൻ ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിൽ പെരിഞ്ചീരകം ഇട്ടു. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടിയിട്ട് ചതച്ചതിട്ടു, പച്ചമുളക് ഇട്ടു കേട്ടോ. അത് കഴിഞ്ഞിട്ട് നന്നായി ഇളക്കി കൊടുത്തിട്ട് അതിലേക്ക് സബോള ഇട്ടു. ഒന്ന് വഴറ്റി, സബോളയും തക്കാളിയും ഒരുമിച്ചായിട്ടത് കേട്ടോ. എന്നിട്ടൊന്ന് നന്നായി വഴറ്റിയിട്ടോ. ഗോൾഡൻ കളറൊന്നും ആവണ്ട, ജസ്റ്റ് ഒന്ന് നന്നായി വാടിയിട്ട് അത് ടേസ്റ്റ് ഒന്നും മാറി വരില്ല, അങ്ങനെ ആവണം കേട്ടോ. നമ്മൾ ഈ ടൈമിൽ അതിന് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ. നമ്മൾ രാഗി ദോശ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ എല്ലുകളും പല്ലുകളും ഒക്കത്തിനും നല്ലതാണ്. ഒരു നേരം എങ്കിലും അത് കഴിക്കണം എന്ന് എപ്പോഴും ഡോക്ടർമാർ പറയും കേട്ടോ. അതുകൊണ്ട് ഞാനിപ്പോൾ മിക്കതും രാഗി ദോശ, രാഗി പുട്ടോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാറുണ്ട്. അങ്ങനെ സബോളയും തക്കാളിയും ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ നന്നായി വഴണ്ടി വരുന്ന സമയത്ത് നമ്മുടെ മറ്റേ ഇതുണ്ടല്ലോ പട്ടയുടെ ഇല ഉണ്ടല്ലോ, ബേ ലീഫ്, അതും ഇട്ടു. പിന്നെ കറിവേപ്പില ഇട്ടു. പിന്നെ ഇവിടെ ഒരു പട്ടയുടെ വേറൊരു തരം ഇല ഉണ്ട്, പച്ച കളർ അല്ല, നീളത്തിലുള്ള ഇല കേട്ടോ. അത് നല്ല മണ കറിയിലിട്ട. അപ്പോൾ അതും ഇട്ടു കേട്ടോ. അതും ഇട്ടിട്ടൊന്ന് വഴറ്റിയ ശേഷം ഒരു ക്യാപ്സിക്കം ഇട്ടു കേട്ടോ. വലിയ ക്യാപ്സിക്കാണ്, അതോരണിട്ടു. സബോള ഒരു 3 സബോള മീഡിയം സൈസ് എടുത്തത്, തക്കാളി 2 തക്കാളി എടുത്തത് കേട്ടോ. പിന്നെ ഒരു ക്യാപ്സിക്കം വലുതും. ഇതിപ്പോൾ എനിക്ക് ഉക്കാക്ക് വേണ്ടിയിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത്. റിയമോൾ പിന്നെ രാഗിയൊന്നും കഴിക്കില്ല, അവൾക്ക് രാഗിയൊന്നും ഇഷ്ടമല്ല. കുട്ടികൾ, ഞാനും ആദ്യമൊന്നും കഴിച്ചിരുന്നില്ല കേട്ടോ. ഇപ്പോൾ നമുക്ക് പ്രായമായി വരികയല്ലേ, അപ്പോൾ പിന്നെ അതൊക്കെ ഫുഡിൽ ഉൾപ്പെടുത്താമെന്ന് വിചാരിച്ചിട്ടാണ് ഇതൊക്കെ പിന്നെ കഴിക്കാൻ തുടങ്ങിയത്. കഴിച്ച് തുടങ്ങിയപ്പോൾ പിന്നെ കുഴപ്പമൊന്നുമില്ല, ടേസ്റ്റ് ഉണ്ട്. അതിന് ശേഷം നന്നായിട്ടൊന്ന് വാടിയ ശേഷം കേട്ടോ, ഗോൾഡൻ കളറൊന്നും വേണ്ട, ഇതെല്ലാം നന്നായി വാടിയ ശേഷം ഗരം മസാലപ്പൊടി 1/2 ടീസ്പൂൺ ഇട്ടു. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു. ഒരു 3/4 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ടു. ഒരു 1/2 ടീസ്പൂൺ ചുവന്ന മുളക് പൊടിയില്ലേ, അതും ഇട്ടു കേട്ടോ. അപ്പോൾ ഇട്ടത് കൊണ്ട് അധികം മുളക് പൊടിയൊന്നും വേണ്ട, ഒരു മുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി മതി കേട്ടോ. അങ്ങനെ അതൊക്കെ ഇട്ടിട്ട് ആ പച്ചമണം മാറുന്നതിൽ നന്നായി വഴറ്റുക കേട്ടോ. എന്നിട്ട് നമ്മൾ കാടമുട്ട അതിലേക്ക് വേവിച്ചിട്ട്, നമ്മുടെ കല്ലുപ്പിട്ടിട്ട് വേണം വേവിക്കാൻ കേട്ടോ. വേവിച്ചിട്ട് അത് തൊലി കളഞ്ഞത് പുഴുങ്ങിയ ശേഷം കേട്ടോ അതിലേക്ക് ഇടുക. എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ആ പച്ചമണയ്ക്ക് മാറി നന്നായി മസാലയ്ക്ക് നന്നായി പിടിച്ച ശേഷം അതിലേക്ക് തേങ്ങാപ്പാലിൻ്റെ ഉണ്ടെങ്കിൽ കട്ടില തേങ്ങാപ്പാലിൻ്റെ പാല് അര മുറിയുടെ ഒഴിക്കുക. അതല്ലെങ്കിൽ പിന്നെ നമ്മുടെ പശുവും പാലില്ലേ, നല്ല പാടുള്ള നല്ല ക്രീമി ആയിട്ടുള്ള പശുവും പാല്, അപ്പോൾ ആ പാലിൻ്റെ ഒരു 1/4 കപ്പ് പാലൊഴിക്കുക കേട്ടോ. ഞാൻ 1/4 കപ്പ് ആ പാടയ്ക്കുള്ള പാലൊഴിച്ചത് കേട്ടോ. രാവിലെ തന്നെ എന്താ പറയുക, തേങ്ങാപ്പാലൊന്നും എടുക്കണം നേരില്ലാത്തതുകൊണ്ട് ഇത് പാലൊഴിച്ചാലും ടേസ്റ്റ് തന്നെയാണ്. അങ്ങനെ അത് മൂടി വെച്ചു കേട്ടോ. അതിട്ട് നമ്മൾ മിക്സിയിൽ ആട്ടി വെച്ചിട്ടില്ല, അതിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടി ലൂസാക്കി ദോശ ചൂടാൻ തുടങ്ങി കേട്ടോ. ചട്ടി നന്നായി ചൂടായ ശേഷം വേണം നമ്മുടെ ദോശമാവ് ഒഴിക്കാൻ. അത് കഴിഞ്ഞിട്ട് അത് മൂടി വെച്ചിട്ട് കുറച്ച് നേരം കഴിയുമ്പോഴത്തേനും നന്നായി വെന്തിട്ട് നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ടാവും കേട്ടോ. എന്നിട്ട് നമ്മൾ കുറച്ച് നെയ്യൊന്ന് മണത്തിനൊന്ന് ഒറ്റിച്ച് കൊടുക്കുക കേട്ടോ, നല്ലൊരു മണം കിട്ടാൻ വേണ്ടിയിട്ട്. തോനെയൊന്നും ഒഴിക്കേണ്ട, ഒരു 1/4 ടീസ്പൂൺ അത്രയ്ക്ക് മതി. അത് ആവശ്യമുണ്ടെങ്കിൽ ഒഴിച്ചാൽ മതി, ഇല്ലെങ്കിൽ വേണ്ട, അത്രയേ ഉള്ളൂ കേട്ടോ. അങ്ങനെ കണ്ടില്ല, നല്ല സോഫ്റ്റ് ദോശ കണ്ടില്ലേ, നല്ല ചോക്ലേറ്റ് കളർ ദോശ.
കുഞ്ഞു കുട്ടികളെങ്കിലും ചോക്ലേറ്റ് ദോശ എന്ന് പറഞ്ഞിട്ട് പറ്റിക്കാം. പക്ഷേ നമുക്ക് വായിലിട്ടുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവും പിന്നെ ചോക്ലേറ്റ് ഒന്നല്ല ഇത് രാഗി എന്ന് അവർക്ക് അറിയില്ല. എന്നാലും കുട്ടികൾക്കൊന്നും അങ്ങനെ ഇഷ്ടമായിന്ന് വരില്ല. പക്ഷെ നമുക്ക് അത്യാവശ്യം ഒരു മുതിർന്നവർക്ക് നല്ല ടേസ്റ്റിൽ തന്നെ കഴിക്കാൻ പറ്റുന്ന ദോശ തന്നെ കേട്ടോ. കുട്ടികൾ കഴിച്ച് തുടങ്ങിയാലേക്കും കഴിക്കും. പക്ഷേ ഈ കഴിക്കാനുള്ള ആ മടിയാണ്. എനിക്കും ആദ്യം ഞാൻ പറഞ്ഞില്ല, ഇത് കാണുമ്പോൾ തന്നെ കഴിച്ചിരുന്നില്ല. പക്ഷെ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി തുടങ്ങിയ പിന്നെ നന്നായി കഴിക്കാൻ തുടങ്ങി കേട്ടോ. നല്ല സോഫ്റ്റും നല്ല എന്താ പറയുക നല്ല ആ നെയ്യിൻ്റെ മണവും പാലൊക്കെ ഒഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. ആ കോറ രാഗി, ഞങ്ങൾ ഇവിടേക്കും കോറ എന്നാണ് പറയും കേട്ടോ, രാഗി എന്നും പറയും. അപ്പോൾ അതിൻ്റെ ആ ഒരു രുചിയോ ടേസ്റ്റോ ഒന്നും കിട്ടില്ല. നല്ല മണം, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല അടിപൊളി രാഗി ദോശ റെഡിയാക്കാം കേട്ടോ. ചില ദിവസം ഞാൻ രാവിലെ എന്താ ചെയ്യുക, നാളികേരും ശർക്കരയും ഇട്ടിട്ട് രാഗി വിരകി നല്ല പായസമല്ല ഒരു കട്ടിയിൽ അങ്ങനെ നമ്മൾ മറ്റേ കൂവ പായസമൊക്കെ ഉണ്ടാക്കില്ല, അതേപോലെ ഉണ്ടാക്കിയിട്ട് അത് കഴിക്കൂട്ടെ ഞങ്ങൾ. അന്ന് പിന്നെ വേറെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കില്ല, അതാണ് ഉണ്ടാക്കാറ്. അങ്ങനെ 2-3 തരത്തിൽ നമ്മൾ മട്ടാത്ത പോലെ മാറ്റിമറിച്ചൊക്കെ ഉണ്ടാക്കും. അങ്ങനെ ഇതൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് നമുക്ക് അതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് അത് കഴിഞ്ഞ് ചായ കുടിച്ചിട്ട് വരുമ്പോഴത്തേന് വേഗം ചായക്ക് എടുത്ത് വെച്ചിട്ട് വേണം. നമ്മുടെ ദോശ നോക്കും, അടിപൊളി ദോശ കേട്ടോ, നല്ല അടിപൊളിയാണ്, സോഫ്റ്റാണ്. എന്തായാലും എല്ലാവരും ഉണ്ടാക്കി നോക്കിക്കോട്ടോ. എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, രാഗി ഒരു നേരമെങ്കിലും കഴിക്കണം എന്നാണ് ഡോക്ടർമാരൊക്കെയും പറയണത്. അതുകൊണ്ട് എല്ലാവരും ട്രൈ ചെയ്തോ. എനിക്ക് ഈ പറഞ്ഞതുപോലെ കൈവേദനയും കാൽവേദനയ്ക്കും കുറേക്കും മാറി. ഇപ്പോൾ അങ്ങനെയൊന്നുമില്ല. ആദ്യമൊക്കെ എപ്പോഴും ഇങ്ങനെ കൈകാല് കടച്ചിലൊക്കെ ആയിരുന്നു, എപ്പോഴും പണി തൊട്ടൊക്കെ. അത് നമുക്ക് ആരോഗ്യം കുറയുമ്പോഴൊക്കെ അതൊക്കെ ഉണ്ടാവുക പറയാം. അപ്പോൾ ഇങ്ങനത്തേക്കും കഴിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഈ ഗുളികയും മരുന്നുകളൊക്കെയും അവധി കൊടുത്തിട്ട് നമ്മുടെ ഹെൽത്തേക്കും കുറേക്കും നമുക്ക് നോക്കാം കേട്ടോ. അങ്ങനെ രാവിലെ പിന്നെ ചായയൊന്നും വയ്ക്കാറില്ല, എല്ലാവരും പാൽ തന്നെ കുടിക്കാറ്. പിന്നെ റിയമോള് ഞാൻ പറഞ്ഞു രാഗി ദോശ റിയമോള് കഴിക്കില്ല, അതുകൊണ്ട് അവൾക്ക് വേഗം പാലും അതേപോലെ കലോക്സും വെച്ച് കൊടുത്തു കേട്ടോ. അവളതാ കഴിക്കുള്ളൂ. അങ്ങനെ അതിൻ്റെ പണികൾക്കും കഴിച്ച് അടിക്കലും തുടയ്ക്കലൊക്കെയും പണികൾ കഴിഞ്ഞ് ഒരു 11:30 കഴിഞ്ഞു കേട്ടോ. 11:30 കഴിഞ്ഞ് 11:45 അപ്പോൾ ഉണ്ട് നമ്മുടെ ബാബുവേട്ടൻ വിളിക്കണോ, പെട്ടെന്നൊരു കേക്ക് വേണമെന്ന് പറഞ്ഞിട്ട് കേട്ടോ. അതായത് 12:30 ഒരു കേക്ക് വേണമെന്ന് പറഞ്ഞിട്ടാണ് വിളിച്ചത് കേട്ടോ. ഞാനാണെങ്കിൽ ഇന്നാണെങ്കിൽ വേഗം പണികളൊക്കെ കഴിഞ്ഞിട്ട് അനിയൻ്റെ മോളിനെ എടുക്കാൻ അന്തിമളങ്കാവിക്ക് പോവാം, അമ്മാൻ്റെ അടുത്തേക്ക് പോയിട്ട് കുറച്ച് നേരം അവിടെ മോളെ കളിപ്പിച്ചിരിക്കാമെന്നൊക്കെ വിചാരിച്ചിരിക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ എന്തെങ്കിലും മനസ്സിൽ വിചാരിച്ചാൽ അതൊന്നും നടക്കില്ല. അപ്പോൾ നമുക്ക് വർക്ക് കിട്ടും. അപ്പോൾ 11:45 പണികളൊക്കെ കഴിഞ്ഞു കേട്ടോ, അടിക്കലും തുടയ്ക്കലും. പിന്നെ കറിയൊന്നും വെക്കേണ്ട, ഇന്നലത്തെ കറിയൊക്കെ ഇരിപ്പുണ്ട്. നമ്മുടെ മാങ്ങയും അതൊക്കെ വെച്ചത് ചെമ്മീനൊക്കെ വെച്ചില്ലേ, ആ കറിയൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്നും ഉണ്ടാക്കിയില്ല, കറിയൊന്നും ഉണ്ടാക്കിയില്ല. അത് കഴിഞ്ഞിട്ട് വേഗം കേക്ക് ഉണ്ടാക്കാൻ നിന്നു കേട്ടോ. കേക്ക് ഓറഞ്ച് കേക്കാണ് ഉണ്ടാക്കിയത്, നല്ല അടിപൊളി കേക്കാണ് കേട്ടോ. വേഗം ബാറ്റർ ഉണ്ടാക്കിയിട്ട് 12:30 കൊടുക്കണമല്ലോ. ബാറ്റർ ഉണ്ടാക്കിയിട്ട് പിന്നെ വേഗം എന്താ പറയുക ആയതും അത് എടുത്തു വെച്ചു. ആ ബാറ്റർ ഉണ്ടാക്കിയിട്ട് അത് ബേക്ക് ചെയ്യുന്ന സമയം കൊണ്ട് തന്നെ ഞാൻ ക്രീം അടിച്ചു വെച്ചു. പിന്നെ കുറച്ച് സ്റ്റിക്കറുകളൊക്കെയും വെട്ടിയിട്ട് അതൊക്കെ ഒട്ടിച്ചു വെച്ചു കേട്ടോ. കേക്കിലുണ്ടാക്കാൻ കുറച്ച് സ്പൈഡർമാനും അതേപോലെ എന്താ പറയുക ഡോറയും കുറച്ച് മറ്റേ കാറും അങ്ങനത്തെ 3 വയസ്സുള്ള കുട്ടിയുടെ പിറന്നാളാണ്. അപ്പോൾ ആ കുട്ടിക്ക് അനുസരിച്ചിട്ടുള്ളത്. പിന്നെ ഞാൻ എന്താ പറയുക കേക്കിന് വേണ്ടിയിട്ട് സ്ലൈസ് ചെയ്ത സമയത്ത് 4 പീസാക്കി കേട്ടോ. 4 കേക്ക് ഇങ്ങനെ സ്ലൈസാക്കി. അത് കാരണം ചൂടാറാൻ വേണ്ടിയിട്ടാട്ടോ, പെട്ടെന്ന് കൊടുക്കേണ്ടതല്ലേ. അപ്പോൾ നമുക്ക് ചൂടാറാണ്ട് പെട്ടെന്ന് ഉണ്ടാക്കിയാലും ബുദ്ധിമുട്ടാണ് കേട്ടോ. നല്ല ചൂടുണ്ട്, നമുക്ക് തൊടാൻ പറ്റില്ല, അത്രയും ചൂടാണ് കേട്ടോ. അപ്പോൾ കേക്ക് ബേക്ക് ചെയ്തെടുത്തല്ലേ ഉള്ളൂ. അങ്ങനെ അത് 4 ലെയറാക്കി മാറ്റി പെട്ടെന്ന് ചൂടാറാൻ വേണ്ടിയിട്ട്. പിന്നെ വേഗം ഷുഗർ സിറപ്പൊക്കെ ഞാൻ ബേക്ക് ചെയ്യാൻ വെച്ചത് ഷുഗർ സിറപ്പ് വേഗം ഉണ്ടാക്കിയിട്ട് അതൊക്കെ ഫ്രീസറിൽ തന്നെ വെച്ചു കേട്ടോ, നന്നായി തണുക്കാൻ വേണ്ടിയിട്ട്. അത് തണുത്താൽ ഈ ചൂടുള്ളേക്ക് ഒഴിക്കുമ്പോൾ കുറേക്കും നമുക്കൊന്ന് ഇതായി കിട്ടില്ല. അങ്ങനെ ഒരു 10 മിനിറ്റ് നന്നായി ചൂടാറാൻ വെച്ചു കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ വേഗം ഉണ്ടാക്കി തുടങ്ങി കേട്ടോ. വേഗം ക്രീമും ഞാൻ കുറച്ച് ഉള്ളിൽ ലെയറിയുള്ള ക്രീമൊക്കെ എടുത്ത് ഫ്രീസറിൽ വെച്ചു കേട്ടോ. അതെന്താ പറയുന്നുണ്ടെങ്കിൽ ഒന്ന് കട്ടിയായി കിട്ടാൻ വേണ്ടിയിട്ട്. അതിന് കുറച്ച് ചൂടെങ്ങാനും ഉണ്ടെങ്കിലും നമ്മൾ 10 മിനിറ്റ് നന്നായി സ്ലൈസ് ചെയ്ത് ചൂടാറാൻ വെച്ചു. പിന്നെ എന്താ നല്ല തണുത്ത ഐസ് പോലത്തെ ഇരിക്കുന്ന വെള്ളം ഒഴിക്കണത് കേട്ടോ, ഷുഗർ സിറപ്പ് ഒഴിക്കണത് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ ഷുഗർ സിറപ്പ് ഉണ്ടാക്കിയിട്ട് അപ്പം തന്നെ ഞാൻ ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ തണുവ് വരുമ്പോൾ ഈ നമ്മുടെ കേക്കിന് കുറച്ചൊക്കെ നമുക്ക് നന്നായിട്ട് ചൂടാറി കിട്ടും. അപ്പോൾ നന്നായി ചൂടാറിയിട്ട് എന്നാലും ഉള്ളിൽ ഇതാവണ്ട പറഞ്ഞിട്ടേ
പെട്ടെന്ന് തന്നെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടല്ലോ. അങ്ങനെ പെട്ടെന്ന് സ്ലൈസ് ചെയ്തിട്ട് അത് നല്ല തണുത്തത് കണ്ടോ, നന്നായി ഫ്രീസറിൽ വെച്ച് ക്രീം നന്നായി തണുത്തപ്പോൾ ഒരു കട്ടയല്ല അങ്ങോട്ട് നമുക്ക് മറ്റേ ക്രീം പോലെ അങ്ങോട്ട് ക്ലിയറായി കിട്ടണില്ല കേട്ടോ. അപ്പം ഞാൻ വേഗം കുറച്ച് മറ്റേ ലൂസ് ക്രീം, ഫ്രിഡ്ജിൽ തന്നെ ലൂസ് ക്രീമും വെച്ചിട്ടുണ്ടായിരുന്നു. ഫ്രീസറിൽ കുറച്ച് ഉള്ളിലേക്കുള്ള ക്രീം മാത്രമേ ഫ്രീസറിൽ വെച്ചുള്ളൂ കേട്ടോ. ക്രീം തോനെ കട്ടിയിട്ട് നമുക്ക് കേക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ കുറച്ച് ആ ക്രീം എടുത്തിട്ട് കുറച്ച് ഈ കേക്ക് എന്താ പറയുക, ഞാൻ ഉള്ളിൽ ലെയറുകളെ കൂടെ മിക്സ് ചെയ്തു കേട്ടോ. ഇതല്ല പെട്ടെന്ന് ചൂടാറിനെക്കാട്ടും മുമ്പ് വേഗം ലെയർ ചെയ്ത പ്ലേറ്റിൽ ചെറുതായിട്ടൊരു ഇത് വന്നു. കേക്കിന് പൊട്ടിയൊരു കുറച്ചിട്ടോ അറ്റത്തൊരു പീസ് അത് ഞാൻ അതിൽ തന്നെ വെച്ച് ഇതാക്കി. നിങ്ങൾ പറഞ്ഞ പോലെ പെട്ടെന്ന് ചെയ്യുന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ പെട്ടെന്നൊരു പണി കിട്ടും. ഇവിടെ കുഴപ്പമൊന്നും ഉണ്ടായില്ല കേട്ടോ. കുഞ്ഞൊരു പീസ് തന്നെ അറ്റത്തുനിന്ന് പൊട്ടിയുള്ളൂ, അത് അതിൽ തന്നെ വെച്ചു. അങ്ങനെ നമ്മുടെ നല്ല തണുത്ത വെള്ളം ഒഴിച്ച് നല്ല തണുത്ത ക്രീമോ ഓറഞ്ച് കേക്ക് നമ്മൾ റെഡിയാക്കി കേട്ടോ. അത് ഞാൻ 12:30 ആളിങ്ങോട്ട് വരുന്നതാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 11:30 വിളിച്ച് പറഞ്ഞിട്ട് കേട്ടോ. നോക്കിയപ്പോൾ കറക്റ്റ് 12:30 തന്നെ ആൾ വന്നിരിക്കുന്നത്. കുറച്ച് നേരം ഒന്ന് തണുക്കാൻ വെക്കാനോ ഇതിനൊന്നും നേരം കിട്ടിയിട്ടില്ല. ഞാൻ ഇങ്ങനെ ചെയ്യുന്ന സമയത്താണ് 12:30 ആൾ വന്നത് കേട്ടോ. അതായത് നമ്മൾ ബേക്ക് ചെയ്ത് സ്ലൈസ് ചെയ്ത് അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ക്രീമൊക്കെ തേച്ച് ഷേപ്പാക്കി നമ്മൾ ഇത് ഞാൻ പറഞ്ഞത് സ്റ്റിക്കറൊക്കെ ഞാൻ വേഗം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് കുത്തി വയ്ക്കുന്ന സമയത്താണ് കേക്ക് വാങ്ങാൻ ആൾ വന്നത് കേട്ടോ. അപ്പം ഞാൻ വേഗം കേക്ക് കൊടുത്തയച്ചു. എന്നിട്ട് അവരത് പറഞ്ഞു കേട്ടോ, മുറിക്കണത് വരെ ഫ്രീസറിൽ തന്നെ വെക്കാൻ വേണ്ടി പറഞ്ഞു. പിന്നെ നമ്മുടെ ബാബേട്ടൻ തന്ന ഓർഡർ കേട്ടോ. ബാബേട്ടൻ നമുക്ക് സ്ഥിരം കസ്റ്റമർ ആയതുകൊണ്ട് നമുക്ക് എപ്പോൾ പറഞ്ഞാലും ഞാൻ വേഗം ചെയ്ത് കൊടുക്കും കേട്ടോ. മിക്ക ദിവസവും ബാബേട്ടൻ്റെ ഓർഡറുകൾ ഉണ്ടാവാറുണ്ട് ശനി ഞായർ ദിവസങ്ങളിലും. ഒരു പുറമെന്ന് കിട്ടുന്ന ഓർഡറുകളേക്ക് അതായത് അവർക്ക് സ്റ്റേജ് ഡെക്കറേഷനൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് കിട്ടുന്ന അതിപ്പോൾ കേക്കും വേണമല്ലോ, പിറന്നാളിൻ്റെയും അങ്ങനെയൊക്കെ ഓർഡറുകൾ കിട്ടുമ്പോൾ വേഗം നമുക്ക് ഓർഡർ തരാറുണ്ട്. അതുകൊണ്ട് തന്നെ വേഗം കേക്കുകളും ചെയ്തു. ഇത് പെട്ടെന്ന് അവൻ്റെ അടുത്ത വീട്ടിലേക്കുള്ള ഓർഡർ എന്നാണ് പറഞ്ഞത് കേട്ടോ. എന്തായാലും വേണ്ട ഞാൻ വേഗം ചെയ്തു കൊടുത്തു. പിന്നെ നമ്മുടെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ഒന്നും ബെല്ലൈക്കൺ അമർത്തി ഷെയർ ചെയ്ത് എല്ലാവർക്കും എത്തിച്ചു കൊടുക്കണം കേട്ടോ. പിന്നെ നിങ്ങൾക്ക് വീഡിയോയുടെ അഭിപ്രായങ്ങളും എല്ലാം ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. കണ്ടില്ലേ, ഞാൻ പെട്ടെന്ന് ഉള്ള കേക്ക് ആയതുകൊണ്ട് തന്നെ വേഗം സ്റ്റിക്കറുകളൊക്കെ ഞാൻ ഉണ്ടാക്കി വെച്ചു കേട്ടോ. അതൊക്കെ ഒട്ടിച്ചാൽ തന്നെ 3 വയസ്സുള്ള കുട്ടിക്ക് ആയതുകൊണ്ട് ഇങ്ങനത്തേക്ക് ഇഷ്ടമാവും. വലിയ കുട്ടികൾക്കാവുമ്പോൾ പിന്നെ ഇങ്ങനത്തെ ഒന്നും പറ്റില്ല. ഇത് 3 വയസ്സാകുമ്പോൾ അവർക്ക് സ്പൈഡർമാനും അതേപോലെ ഡോറയും കാറൊക്കെയാണല്ലോ. ആൺകുട്ടിയുടെ പിറന്നാളായിരുന്നു. അപ്പോൾ ഹാപ്പി ബർത്ത്ഡേ ഒരു ടോപ്പർ വെച്ചു. പിന്നെ ഈ മഞ്ഞ കുഞ്ഞു ഇതുണ്ടല്ലോ മോജികൾ, അതൊക്കെ റൗഫുമ്പം കൊണ്ടുവന്നാട്ടോ ദുബായിൽ നിന്ന്. അപ്പോൾ അതൊക്കെ വെച്ച് കൊടുത്ത് സെറ്റാക്കി. അവർ പറഞ്ഞ സമയത്ത് തന്നെ അവർ 12:30 വന്നു. 11:30 ഓർഡർ തന്നു. 11:30 കഴിഞ്ഞു തോന്നുന്നു കേട്ടോ. 11:30 ആയിരുന്നു ഓർഡർ. എന്തായാലും ശരി ചട്ടപ്പടേന്ന് പറഞ്ഞിട്ട് വേഗം കേക്കൊക്കെ ഉണ്ടാക്കി കൊടുത്തു. സെറ്റായിരുന്നു. നമുക്ക് സ്ഥിരം തന്നെ കസ്റ്റമർ ആയതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞില്ല, നമുക്ക് ഇഷ്ടമാണ് പെട്ടെന്ന് ഓർഡർ. എത്ര നേരം നമുക്ക് പണികളുണ്ടെങ്കിലും നമ്മൾ എത്ര വേഗം ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. അടുത്ത വീഡിയോയിൽ അടുത്ത കണ്ടൻറ്റ് വരുന്നവരെ ഗുഡ് ബൈ. പിന്നെ നമ്മുടെ എന്താ പറയുക വീഡിയോത്തെ വിശേഷങ്ങളും കാര്യങ്ങളും അതേപോലെ കണ്ടിട്ട് കുറ്റങ്ങളും തെറ്റുകളും എല്ലാം ഒന്ന് മെസ്സേജ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ എൻ്റെ വീഡിയോ കണ്ടിട്ട് വാട്സപ്പിൽ എല്ലാവരും ഇങ്ങനെ മെസ്സേജ് അയക്കാറുണ്ട് കേട്ടോ. നിങ്ങൾ ആ വാട്സപ്പിൽ അയക്കുന്ന മെസ്സേജ് നമ്മുടെ വീഡിയോയുടെ കമൻറ്റിൻ്റെ അടിയിലിട്ടാൽ നല്ല സന്തോഷമായിരിക്കും കേട്ടോ. അതാണ് എനിക്കിഷ്ടം. എന്നാൽ തന്നെയല്ലേ എല്ലാവർക്കും കാണാൻ പറ്റുള്ളൂ. ഇതിപ്പോൾ വാട്സപ്പിൽ എനിക്ക് അയക്കുമ്പോൾ എനിക്ക് മാത്രമല്ലേ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ അതെന്തായാലും എല്ലാവരും മടിയായിട്ടാണ്, എന്നാലും ഇനി അങ്ങനെ ചെയ്യണം കേട്ടോ. അപ്പോൾ ഗുഡ് ബൈ. അടുത്ത വീഡിയോ കാണാം. ഗുഡ് ബൈ.